ഹലോ ഓൾ, നമ്മളിപ്പോൾ യു എസിലെ ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ആദ്യം കാണാൻ പോവും. അതിനുശേഷം യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അത് രണ്ട് എക്സ്പീരിയൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ തുടക്കത്തിൻ്റെ ഈ പേസ് നോക്കിയിട്ട് കാര്യമില്ല, ഒരുപാട് വിസ്മയങ്ങൾ ഇതിനകത്ത് വീഡിയോയിലുണ്ട്. അപ്പോൾ മുഴുവൻ കാണാൻ സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം ഇതൊരു കുറേ വിസ്മയങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കവാറും സിനിമ കാണൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഹോളിവുഡും ബോളിവുഡിനൊക്കെ അപ്പുറത്ത് ഹോളിവുഡ് കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലം, പിന്നെ അവിടുത്തെ ആക്ടേഴ്സ് താമസിച്ച സ്ഥലം, അവിടുത്തെ സ്റ്റുഡിയോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിപ്പോൾ പോകുന്ന വഴിയിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. Michael Jackson and many other top stars have been there. Try the hot dogs and hamburgers. On the right, Saddle Ranch. Saddle Ranch is another very popular, very old restaurant. It's been around a long time, and as you can see, ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡിയോസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബെവർലി ഹിൽസിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ അതൊരു പോഷ് ഏരിയയാണ്. മില്യൺസ് ആൻഡ് ബില്യൺസ് ഒക്കെ കൊടുത്തിട്ടാണ് ഓരോ വീടുകൾ അവിടെ ഉള്ളത്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ ഇവിടെ വരുമ്പോൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. famous actress. She lived in many places here in Los Angeles, but this is one building where she lived from 1953 to 1956. And it's a small white building with 5 flats. She lived in flat number 3. Coming up on the left is one of the buildings where Marilyn Monroe lived for 3 years. മെർലിൻ മൺറോ എന്ന് പറഞ്ഞ ഹോളിവുഡ് ആക്ട്രസ് താമസിച്ച ഒരു ബിൽഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞ ഐക്കോണിക് സ്പോട്ടിലാണ് ഇത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫോട്ടോയും വീഡിയോയൊക്കെ നമുക്ക് എടുക്കാം. നല്ല ഗ്രീനറിയാണ്, അതുപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും പോഷായിട്ടുള്ളൊരു ഏരിയയാണ്, നമുക്കൊന്നും താമസിക്കാൻ പറ്റില്ല. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് മണി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റും. ബെവർലി ഹിൽസ് നമ്മൾ നേരെ ചെന്നത് ഹോളിവുഡിലാണ്. അപ്പോൾ ഹോളിവുഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മൗണ്ടൻ്റെ പേരായിട്ട് ഒരാൾ എഴുതി വെച്ചതാണ്. വലിയൊരു മലയുടെ മുകളിൽ കുറേ അധ്വാനിച്ചൊക്കെ എഴുതി വെച്ചതാണ്. അപ്പോൾ അതാണ് പിന്നെ ഇങ്ങനെ പേരായത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓസ്കാർ നടക്കുന്ന വേദിയാണ്. 3000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വേദി. അതിൻ്റെ പില്ലേഴ്സൊക്കെ നോക്കിയാൽ നമുക്ക് ഓരോ വർഷങ്ങൾ എഴുതി വെച്ചിട്ട് കാണാം. 1980s 90s 2000 ഫ്യൂച്ചർ ഇയേഴ്സും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കൊല്ലം ഏത് മൂവിക്കാണോ ഓസ്കാർ കിട്ടിയ ആ പേരായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. 2008 നോക്കിയാൽ നമ്മുടെ ഇന്ത്യ എന്നുള്ള സ്ലം ഡോഗ് മില്ലിയനെയറിനെ എഴുതി കാണും. അതുപോലെ 1982 നോക്കിയാൽ ഗാന്ധി എന്നുള്ളൊരു മൂവി ക്കാണെന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് ഓരോ കൊല്ലത്തിൽ നമുക്കത് വായിക്കാം. ഇപ്പോൾ 2020 നൊമാഡ്ലാൻഡിനാണ് കിട്ടിയത്. അങ്ങനെ ഓരോന്നും നമുക്ക് വായിക്കാം. അത് നല്ലൊരു കാര്യമായിരുന്നു. നമുക്കത് എപ്പോഴും ഒരു ഓർമ്മയാണ് ആലോചന ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നെ വേറൊരു കാര്യമാണ്, നമുക്കിപ്പോൾ ഈ ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയും ഫുട് പ്രിൻറ്റ്സ്, അതുപോലെ കൈയിൻ്റെ പ്രിൻ്റ്, പേര്, സിഗ്നേച്ചറൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് പേര് എന്ന് പറയുന്നത് മൈക്കൽ ജാക്സൺ, പിന്നെ ചാർലി ചാപ്ലിൻ, ടോം ക്രൂസ്, മെർലിൻ മൺറോ, അങ്ങനെ അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കാൽപ്പാട് അല്ലെങ്കിൽ അവരുടെ ഒരു സിഗ്നേച്ചർ പതിഞ്ഞ് ഒരു സ്ഥലത്തിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് അത് അവരതിനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അവരുടെ ഓരോ വർഷവും ഓരോരുത്തരുടെ എന്നുള്ള രീതിയിൽ അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്തുനിന്ന് വായിച്ചിട്ട് എവിടെയോ മെർലിൻ മൺറോയുടെ കണ്ടായിരുന്നു, മൈക്കൽ ജാക്സൺ, ടോം ക്രൂസ്, അങ്ങനെ കുറേ പേര് നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ട്. ഹോളിവുഡിൽ നമുക്ക് വലിയ പിടിപാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരുടെ അറിയാം. അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോളിവുഡിൻ്റെ ഒരു കാമ്പ് മൈക്കൽ ജാക്സൻ്റെ ആണ് ഈ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്ഥലം മൊത്തം അങ്ങനെയാണ്. ആ ഒരു ഏരിയ വാക്വേ മൊത്തം ഈ ഹോളിവുഡ് ആക്ടറും ആക്ട്രസസിൻ്റെയും ഒരു സ്ഥലമാണ്.
പിന്നെ അതിൻ്റെ ചുറ്റും തന്നെ ഒരു നല്ലൊരു ഷോപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് അഫോർഡബിളായിട്ട് നമുക്ക് സോവനീഴ്സും ടീഷർട്ട്സും ക്യാപ്സും ഒക്കെ വളരെ നല്ല അട്രാക്റ്റീവാണ്, എന്നാൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിംഗപ്പൂരുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തും നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കാണാമെന്നുണ്ടെങ്കിലും US ലോസ് ആഞ്ചൽസിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണ് ഏറ്റവും വലുതും ഏറ്റവും അട്രാക്റ്റീവായിട്ടും ഉള്ളത്. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിനൊന്നും പറഞ്ഞാൽ പോരാ, ഒരു പ്രദേശം മൊത്തം യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണ്. ഇതിനകത്തുള്ളത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനില്ല, അത് വരുന്ന വഴിക്ക് കാണാം. ആക്ച്വലി ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ ടൂറുണ്ട്. ആക്ച്വലി സ്റ്റുഡിയോ ടൂറിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കണം. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ റൈഡുകളാണ്. റൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടർലാൻഡ് അല്ലെങ്കിൽ ഇതുള്ള പോലെയല്ല, നമുക്ക് കുറേ അനിമേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻ്റൊക്കെ നമുക്ക് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഹാരി പോട്ടറിൻ്റെ പിന്നാലെ ഓടുന്നു, ചാടുന്നു, ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ പോകുന്നു, പിന്നെ ജുറാസിക് വേൾഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അവിടെ ട്രാൻസ്ഫോമേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, മമ്മി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നോർമൽ ഒരു റൈഡൊന്നും അല്ലെങ്കിൽ ആ ടെക്നോളജിക്ക് ഇന്ത്യയിലൊക്കെ വരണമെങ്കിൽ എന്തായാലും ഒരു 20 വർഷമെങ്കിലും മിനിമം പിടിക്കും. വെറുതെ അല്ലെങ്കിൽ ഒക്കെ ഡെവലപ്പിംഗ് കൺട്രീസും US ഒക്കെ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാനായിട്ടുള്ളതിൻ്റെ റീസൺ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചെല്ലുമ്പം മനസ്സിലാവും. ഇപ്പോൾ സിനിമകളൊക്കെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ എത്രയോ സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് സന്ദർശിക്കാൻ പറ്റിയെന്ന് പറയുന്നതും വലിയൊരു, അവിടുത്തെ സെറ്റുകൾ, അവിടുത്തെ സ്റ്റുഡിയോകൾ, എത്രയോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ടൂറിന് സ്റ്റുഡിയോ ടൂറിൽ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ആ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള മൂവീസ് അവിടെ സ്ക്രീനിൽ കാണിക്കും. ഈ ബിൽഡിങ്ങാണത്. അപ്പം ഇവിടെ തന്നെ ശരിക്കും അവർക്ക് കുറേ എണ്ണത്തിൻ്റെ സെറ്റുണ്ട്. അതായത് മെക്സിക്കോയുടെ സെറ്റുണ്ട്, ന്യൂയോർക്കിൻ്റെ സെറ്റുണ്ട്, യൂറോപ്പിൻ്റെ സെറ്റുണ്ട്, എല്ലാത്തിൻ്റെ സെറ്റ് ഇവരുണ്ടാക്കി വെച്ചേക്കാണ്. അപ്പം സിനിമയുടെ കുറേ ടെക്നിക്കൊക്കെ നമുക്കിതിനകത്ത് പിടികിട്ടും. മഴ വരുന്നത്, വെള്ളം വരുന്നത്, ഇടി വെട്ടുന്നത്, തീ വരണത്, തിമിംഗലം വരണത്, അല്ല ഷാർക്ക് വരണത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതിനകത്ത് സ്റ്റുഡിയോ ടൂറിൽ തന്നെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഈ റൈഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ലൈഫിൽ വൺസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ റൈഡൊക്കെ കണ്ടിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ നഷ്ടം വേറെ ഒന്നുമില്ല. ശരിക്കും നമുക്ക് കുറച്ചൊക്കെ ചിലതൊക്കെ പേടിയാവും, അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങിയൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ദൈവമേ കയറണോ വേണ്ടേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കയറിയാണ്ടല്ലോ അടിപൊളിയാണ്. പിന്നെ ഇവർക്ക് കുറച്ച് ബിസിനസ് ട്രിക്സും കൂടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു റൈഡിൽ ഞങ്ങൾ കയറിയപ്പോൾ ജുറാസിക് വേൾഡിൻ്റെ റൈഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടർലയിലെ പോലെ ഇങ്ങനെ അവസാനം വെള്ളത്തിങ്ങനെ മുങ്ങി ഇങ്ങോട്ട് ഒരു വണ്ടി ഉള്ളിൽ ചാടിയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചായിരുന്നു വെള്ളം വരുന്നു, പക്ഷേ ഇത്രയും വെള്ളം വരുന്നു വിചാരിച്ചില്ല. എന്തോ ഭാഗ്യത്തിന് പാസ്പോർട്ടും ഇതൊന്നും നനഞ്ഞില്ല. ആ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒഴുകി നടക്കുകയായിരുന്നു എല്ലാവരുടെയും. കാരണം അവർ നമ്മുടെ കയ്യിൽ വയ്ക്കാൻ സമ്മതിക്കില്ല, താഴ്ത്ത് വയ്ക്കണം. അപ്പോൾ അത് അവരുടെ ഒരു ട്രിക്കാണ്. കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ എല്ലാവരും നനയും. ആ നനഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ ടീഷർട്ട്സൊക്കെ ഉള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്കറിയില്ല വേറെ ഡ്രസ്സ് എടുക്കണം എന്നുള്ളതും ഇത്രയും നനയുന്നുള്ള കാര്യം അറിയില്ല. ഫ്രണ്ടിലിരിക്കുന്നവർ കൂടുതൽ നനയും. അപ്പോൾ അതവരുടെ ട്രിക്കാണ്. കുറേ പേരൊക്കെ അവിടെ നിന്ന് വേറെ എത്ര കൊടുക്കത്ത പൈസയൊക്കെ കൊടുത്ത് ടീഷർട്ടും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ ആ നനഞ്ഞ ഡ്രസ്സൊക്കെ തന്നെ ഉണക്കി നടന്ന് ഉണക്കിയാണ് പിന്നെ ബാക്കി സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്തത്. നല്ലൊരു അനുഭവമാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സ്റ്റുഡിയോ ടൂറിൽ തന്നെ എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന്. റൈഡിലൊന്നും നമുക്ക് ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റില്ല, കാരണം ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവില്ല. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയുടെയൊക്കെ സിപ്പ് ലോക്കിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും പറ്റിയില്ല. എൻ്റെ സിപ്പ് ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തോ ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റാതെ പോന്നു. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ചെന്നെ അറിയണം.
sets called London Square. We call it that because the buildings on the left could easily be parliamentary structures or a scene of elected nights through May 16th. Little Europe is the setting for an ultimate mystery mashup. So you don't want to miss Scooby-Doo Meets the Universal Monsters, a live-action episode. One word yelled out, sometimes it's spoken quietly, and Clint Eastwood does that very quiet. Action! Once again, everybody, hold on! Amity Island, small New England town terrorized by that shark. In one of our biggest hits ever, Steven Spielberg's Jaws. For over 50 years, the movie Jaws has been thrilling on Amity Island. Over on the right, look how nice it is this afternoon at Amity Island. Very calm, very mellow. There's that music, shark in the water. Did you catch that? They just told the diver to get it. Oh, the other lower dock is moving. The gas hose has come loose. If there are sparks, there could be a fire. Mexico, the most quiet location of them all on the map, but past NBC shows like Heroes use this part of old Mexico for filming episodes. Did you hear that thunder? I see lightning flashing also. We have a big storm rolling in. I think that's not a good sign at all, but that was a very big thunder boomer. Now I hear kind of a rumbling sound, very dim. Anyone else hear it? Sounds like it's... What is that sound? Our flash flood. Let's flash flood. Take cover. Look out. Our flood will result of thousands of gallons of recycled water being released from tanks. ഈ വെള്ളം വീഴുന്നതൊക്കെ ഭയങ്കര അടിപൊളി സംഭവം കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ മൂവീസിലൊക്കെ എങ്ങനെയാണ് ഈ പിന്നെ ഉരുൾപൊട്ടലും ഇതൊക്കെ കാണിക്കണതെന്നൊക്കെ തണ്ടർ ഇതൊക്കെ കാണിക്കുന്നത്, ഇപ്പം പ്ലെയിൻ ക്രാഷൊക്കെ കാണിക്കുന്നതൊക്കെ അതിനകത്ത് കാണാം. അതുപോലെ കിഡ്സിന് പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റുഡിയോ ടൂറിൽ തന്നെ നമ്മൾ കിങ് കോങ്ങിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലുള്ള കാര്യം കണ്ടു, ഐലൻഡ് കണ്ടു, മെക്സിക്കൻ വില്ലേജിൽ റെയിനും തണ്ടറും വെള്ളമൊക്കെ കണ്ടു, പിന്നെ കിഡ്സിൻ്റെ ഏരിയ കണ്ടു. അതൊക്കെ ഞാൻ പറയുന്നത് ഈ റൈഡ്സിനൊക്കെ അപ്പാർട്ടായിട്ടുള്ള കാര്യമാണ്. ഇതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഓരോ റൈഡുകൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ടെങ്കിൽ അവിടെ അതിന് കഫറ്റീരിയ, ഫുഡ് അതൊക്കെ വേറെ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ദിവസം മുഴുവൻ നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ചയോടുകൂടിയാണ് നമ്മൾ എത്തിയത്. പിന്നെ വിശന്നുകൊണ്ട് ആദ്യം തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവൻ സ്റ്റുഡിയോ ടൂറിന് തന്നെ പോയത്. കാരണം അല്ലെങ്കിൽ സ്റ്റുഡിയോ ടൂർ 1 മണിക്കൂറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വിശന്നിട്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാവർക്കും തോന്നിയൊരു കാര്യം ഹോളിവുഡ് ശരിക്കും 1 hour അവസാനിപ്പിച്ചിട്ട് മൊത്തം ആ ഡേ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഇത് നമുക്ക് തിരിച്ചൊരു 4 മണി 5 മണി എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടാവുമല്ലോ തിരിച്ചിറങ്ങാനായിട്ട്. പക്ഷെ അതിന് മുമ്പ് ഇത് മൊത്തം കണ്ട് തീർക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളായതുകൊണ്ട് ഓടി കണ്ട് എല്ലാത്തിലും കയറിയെങ്കിലും ഒരുവിധ റൈഡുകളൊക്കെ കയറി. ഞങ്ങൾ അപ്പർ പോർഷനിൽ കുറേ റൈഡ്സും താഴെയും കുറേ റൈഡ്സും. ഞങ്ങൾ ആദ്യം ലോവറിലാണ് പോയത്, പിന്നെയാണ് അപ്പർ സൈഡിൽ റൈഡ്സിന് പോയത്. ശരിക്കും കുറേ കൂടെ സമയം ഉണ്ടെങ്കിൽ ഇനിയും കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനും തോന്നി. എന്തായാലും യൂണിവേഴ്സൽ സ്റ്റുഡിയോ തന്നെ ഒരു അത്ഭുതമാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ സ്റ്റേജും കുറേ വണ്ടികളും. അപ്പോൾ ഇതിനകത്ത് തന്നെ എത്ര ക്യാരവൻസും കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചില്ലറ ഏരിയ ഒന്നല്ല ഇതിനുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന്, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന്, ലൈഫിൽ ഒരിക്കലും മറക്കില്ലാത്ത റൈഡുകളും അതിൻ്റെ ത്രില്ലും, എന്താ പറയുക നല്ലൊരു കമ്പനിയും കൂടെ ഉണ്ടെങ്കിൽ പറയുന്ന വേണ്ട. സൂപ്പറായിരുന്നു. അതൊരിക്കലും മിസ് ചെയ്യരുത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒരു ദിവസം എടുത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. And thank God that we are able to explore this much in Los Angeles. It was a very wonderful trip all together, especially Universal Studio. Thank you for watching.